Students, now we will binomial theorem in chapter discuss NCERT other related questions പിന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ പഠിച്ചു. ഇനി കുറച്ചുകൂടി ക്വസ്റ്റ്യൻസ് ചെയ്തിട്ട് അവസാനം നമുക്ക് കുറച്ച് ഭാഗങ്ങളും കൂടി ന്യൂമറിക്കലി ഗ്രേറ്റസ്റ്റ് ടേം കണ്ടുപിടിക്കുന്ന മോഡുലസ് ഓഫ് TR+1/TR എന്ന് പറയുന്ന റേഷ്യോ പിന്നെ ബൈനോമിയൽ തിയറം ഫോർ ഫ്രാക്ഷണൽ ആൻഡ് നെഗറ്റീവ് ഇൻഡിസസ് ആ ഭാഗം നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ എടുത്തത് വെച്ചിട്ടുള്ള കുറച്ച് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് എടുത്തിട്ടുള്ളത്. 30ഓളം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. നമുക്ക് വേഗത്തിൽ ഇതൊന്ന് ചെയ്ത് തീർത്തിട്ട് ബാക്കിയുള്ള കാര്യങ്ങളും കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഓക്കേ. So what is this? The value of root 5 plus 1 all raised to 5 minus of root 5 minus 1 all raised to 5. നമ്മൾ ഇത് രണ്ടും എക്സ്പാൻഡ് ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. root 5 plus 1 all raised to 5 is in the form a plus b the whole raised to n and this is in the form a minus b the whole raised to n. So this is a plus b raised to n minus of a minus b raised to n, that is 2 sigma even terms. Reason ഒക്കെ നിങ്ങൾക്ക് അറിയാം. a plus b whole raised to n എല്ലാം പോസിറ്റീവ് ആവും, a minus b whole raised to n ൽ ഓഡ് ടേംസ് എല്ലാം പോസിറ്റീവും ഈവൻ പൊസിഷനിലുള്ള ടേം നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഓഡ് ടേംസ് എല്ലാം ക്യാൻസൽ ആയിട്ട് ഈവൻ ടേംസ് ഡബിൾ ആവും. നമ്മൾ പലയാവർത്തി പറഞ്ഞ കാര്യങ്ങളാണ്. So a plus b the whole raised to n minus of a minus b raised to n is equal to അല്ലെങ്കിൽ all raised to 5 അപ്പോൾ അവിടെ കൊടുക്കാം. all raised to 5 is equal to 2 sigma even terms. Now what are the even terms? Even terms are the terms having odd indices. അഥവാ നമുക്ക് സെക്കൻഡ് ടേം, ഫോർത്ത് ടേം, സിക്സ്ത് ടേം, a plus b whole raised to 5 ൽ 6 ടേംസ് ആണ് ഉണ്ടാവുക. അതിൽ സെക്കൻഡ്, ഫോർത്ത്, സിക്സ്ത് ടേംസ് ആണ് നമുക്ക് എഴുതേണ്ടത്. സെക്കൻഡ് ടേം എന്ന് പറയുമ്പോൾ 2 into 5c1 a raised to 4b and third term is 5c, the fourth term is 5c3 a square b cube plus sixth term is 5c5. അഥവാ ഈവൻ ടേംസ് ആർ ദ ടേംസ് ഹാവിംഗ് ഓഡ് ഇൻഡെക്സ് 1, 3, 5 ഇത് മൂന്നുമാണ് നമ്മൾ ഇൻഡെക്സ് ആയിട്ട് കൊടുക്കുന്നത് ഇൻറ്റു b raised to 5. ഓക്കെ. Now let us evaluate the value of 5c1, 5c3 and 5c5. We know that 5c1 is 5, 5c3 is 5c2, that is 10, then 5c5 is 5c0, that is 1 itself. So 2 into 5a raised to 4b plus 10a square b cube. 5c3, 5c2 അത് രണ്ടും 10 തന്നെയാണ്. Plus 5c5 is 1, so this is b raised to 5. Now let us open this bracket by using this 2. So 2 into 5a raised to 4b is 10a raised to 4b plus 2 into 10a square b cube is 20a square b cube plus 2b raised to 5. ഇവിടെ നമുക്കറിയാം root 5 plus 1 all raised, root 5 plus 1നെയാണ് നമ്മൾ a plus b എന്ന് വിളിച്ചത്, root 5 minus 1നെയാണ് നമ്മൾ a minus b എന്ന് വിളിച്ചത്. So definitely a is root 5 and b is 1. So put a equal to root 5 and b is equal to 1. So what we get? Root 5 plus 1, a plus b all raised to 5 minus of a minus b all raised to 5 is root 5 minus 1 all raised to 5 is equal to, let us put a equal to root 5 and b is equal to 1. So 10 into root 5 raised to 4. Root 5 raised to 4 is 5 square, that is 25, into b is 1 plus 20 into a square is root 5 square. We know that root 5 square is 5 into b cube is 1 cube plus 2 into b raised to 5 is 1 raised to 5. Now let us evaluate all the values. Then 10 into 25 is 250 plus 20 into 5 is 100 plus 2 into 1 raised to 5 is 2 itself. Now 250 plus 100 is 350, 350 plus 2 is 352. That is the required answer. ഈ ടൈപ്പ് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു, NCERTയിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ കാണിച്ചു തന്നതാണ്. അതായത് root 5 plus 1 all raised to 5 ഇറാഷണൽ ആണ്, root 5 minus 1 all raised to 5 ഇറാഷണൽ ആണ്. പക്ഷേ ഇവർ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ഇറാഷണൽ പാർട്ട് കട്ടായി പോയിട്ട് റാഷണൽ പാർട്ട് അഥവാ ഇൻറ്റിജർ പാർട്ടാണ് ആൻസർ ആയിട്ട് നമുക്ക് വരുന്നത്. സോ ദ ആൻസർ ഈസ് 352. Let us see the options. We have 352 in option number B. അപ്പോൾ ഇത് a plus b all raised to 5, a minus b all raised to 5 മൊത്തം എക്സ്പാൻഡ് ചെയ്ത് കഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. 2 സിഗ്മ ഈവൻ ടേംസ് എടുത്താൽ മതി. ഈവൻ ടേംസിന് ഓഡ് ഇൻഡെക്സ് ആണെന്നും കൂടി ഓർത്ത് കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്കതിനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, now let us go to next question. What is this? The coefficient of rth term and r plus 4th term are equal in the expression of 1 plus x all raised to 20, then the value of r will be. ഈ ടൈപ്പ് ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ NCERTയിലെ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 1 plus x all raised to 20 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ ഇവിടെ 20 ആണ്. നമ്മൾ ഇന്നലെ പഠിച്ചു TR plus 1, r plus 1th term is NCR x raised to r. അപ്പോൾ r plus 1th ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് വെച്ചാൽ NCR x raised to r. കോഎഫിഷ്യൻ്റ് NCR ആണ്. അതുകൊണ്ട് rth ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് TR is equal to
20c r minus 1. ഇവിടെ r plus 1 എഴുതുമ്പോൾ ഇവിടെ r ആണ്. അപ്പോൾ ഇവിടെ r എഴുതുമ്പോൾ r minus 1 എഴുതണം. into x raised to r minus 1. So coefficient rth ടേമിന്റെ കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് 20c r minus 1. ഇരിക്കട്ടെ, ഇതൊക്കെ ബൈനോമിയൽ കോഎഫിഷ്യന്റ് വളരെ ഈസി ആയിട്ട് എടുക്കാം. 1 plus x whole raised to 20 എന്ന് വെച്ചാൽ a plus b whole raised to n അല്ല, അതിനേക്കാൾ ഈസിയാണ് 1 plus x whole raised to n. അതിന്റെ ജനറൽ ടേം tr plus 1 ncr a raised to n minus r b raised to r എന്നൊന്നും എഴുതേണ്ട കാര്യമില്ല. വെരി സിംപ്ലി ncr x raised to r. അതാണ് ഈ വരുന്നത്. Then r plus 4th term, tr plus 4 is equal to 20c r plus 3 എന്ന് വരും. ഇവിടെ r plus 1 ഇവിടെ r ആണെങ്കിൽ r plus 4 r plus 3 x raised to r plus 3. So what is the coefficient there? There the coefficient is equal to x raised to r plus 3 the coefficient 20c r plus 3. Now what happens? The question says that the coefficient of rth term and r plus 4th terms are equal. That means 20c r minus 1 is equal to 20c r plus 3. 20c r minus 1 is equal to 20c r plus 3. ഇത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ്. nc x is equal to nc y ആണെങ്കിൽ either x equal to y, x ഉം y ഉം ഈക്വൽ ആണ്, 20c x ഉം 20c y ഉം ഈക്വൽ ആവും, അല്ലെങ്കിൽ x plus y is equal to n എന്ന് പറയുന്ന ഒരു റിസൾട്ട് കൂടി അവിടെ സാധ്യമാണ്. അതുകൊണ്ട് ആദ്യം നമുക്ക് x is equal to y ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ r minus 1 is equal to r plus 3. ഇവിടെ r ക്യാൻസൽ ആയി പോയാൽ minus 1 is equal to 3 എന്നാണ് വരിക. That is not possible. അപ്പോൾ ആ സെക്ഷനിൽ r minus 1 is equal to r plus 3 എന്ന് പറയുന്ന ഫസ്റ്റ് ടൈപ്പിൽ നമുക്ക് സൊല്യൂഷൻ ഇല്ല. There is no solution. ഇനി തിരിച്ചുള്ള ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ 20 കിട്ടുന്നുണ്ടോ നോക്കാം. സോ r minus 1 plus r plus 3 is equal to 20. ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നലെ ചെയ്തതാണ്, വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതുമാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കാം. സോ r plus r 2r minus 1 plus 3 is plus 2 is equal to 20. Now let us take this 2 to the RHS. So we get 2r is equal to 18 and we can divide this 2. We get r is equal to 18 by 2, 9. So the most suitable answer for r is 9. r 9 ആവുന്ന സമയത്ത് rth ടേമിന് അഥവാ 9th ടേമിനും r plus 4th ടേമിനും ഒരേ കോഎഫിഷ്യന്റ്. r plus 4th ടേം എന്ന് പറയുമ്പോൾ 13th ടേം ആയിരിക്കും, അതിന്റെ രണ്ടിനും ഒരേ കോഎഫിഷ്യന്റ് ആണ് വരിക. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ncr equal to nc n minus r ആണ്. Anyway, the most suitable answer for r is 9. Okay, so we are moving to the next question. If the coefficient of x raised to 7 and x raised to 8 in 2 plus x by 3 all raised to n are equal. ഇത് 2 plus x by 3 all raised to n എന്നാണ്. അതൊന്ന് പ്രിന്റിൽ വന്നപ്പോൾ ഒന്ന് ചെറുതായി പോയിട്ട് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അത് മനസ്സിലാക്കുക. That is 2 plus x by 3 all raised to n are equal. അപ്പോൾ ഇവിടെ 2 plus x by 3 all raised to n ന്റെ ജനറൽ ടേം എഴുതി നോക്കുക എന്നുള്ളതാണ് ഒരേ ഒരു വഴി. അപ്പോൾ x raised to 7 ഉം x raised to 8 ഉം കിട്ടാൻ നമ്മൾ r ന് എന്ത് വാല്യൂ കൊടുക്കണം? ഇൻഡെക്സ് ഉണ്ടാവുമല്ലോ, tr plus 1 ആണ് ജനറൽ ടേം, അതിൽ r ന് എന്ത് വാല്യൂ കൊടുക്കണം എന്ന് കണ്ടെത്തുക. അതേ നമ്മുടെ മുമ്പിൽ ഒരേ ഒരു ഓപ്ഷൻ ഉള്ളൂ. സോ ലെറ്റ് us see what is going on here. Here we do have 2 plus x by 3 whole raised to n to expand. So tr plus 1 general term is equal to ncr a raised to n minus r. So 2 raised to n minus r into x by 3 whole raised to r. A raised to n minus r, b raised to r. Now the total coefficient part is ncr 2 raised to n minus r into 3 raised to minus r into x raised to r. So the tr plus 1 general term contains x raised to r. അപ്പോൾ x raised to r, x raised to 7 കിട്ടണമെങ്കിൽ r ന് 7 കൊടുക്കുക. That will be obtaining at the 8th term. So x raised to 7 is at the 8th term and x raised to 8 is at the 9th term. അത് 8 ആണോ 9th ആണെന്നുള്ള വലിയ കാര്യമൊന്നുമില്ല. നമുക്ക് x raised to 7ന്റെ കോഎഫിഷ്യന്റ് കിട്ടണമെങ്കിൽ r ന് 7 കൊടുത്താൽ മതി. x raised to 8ന്റെ കോഎഫിഷ്യന്റ് കിട്ടണമെങ്കിൽ r ന് 8 കൊടുത്താൽ, ഇവിടെ r ന് 8 കൊടുക്കും, ഇവിടെ ഒക്കെ കൊടുക്കണം. So they are equal. Coefficients are equal എന്നാണ് പറയുന്നത്. So coefficient of x raised to 7 is nc7 2 raised to n minus 7 into 3 raised to minus 7 will be equal to coefficient of x raised to 8. And x raised to 8 is obtaining when we put we put r is equal to 8. So this thing will become nc8 2 raised to n minus 8 into 3 raised to minus 8. രണ്ട് കോഎഫിഷ്യൻസും ഈക്വൽ ആണെന്നാണ് പറയുന്നത്. So 2 raised to n minus 7, 2 raised to n minus 8, 2 raised to n minus 8 common factor ആണ്. അത് ക്യാൻസൽ ചെയ്താൽ we get here 2. And in 3 raised to minus 8 and 3 raised to minus 7, 3 raised to minus 8 is a common factor. അത് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 കിട്ടും. നോക്കിയാൽ അറിയാം 3 raised to n minus 7 നേക്കാൾ ചെറുതാണ് 2 raised to n minus 8, 3 raised to minus 7 നേക്കാൾ ചെറുതാണ് 3 raised to minus 8. അങ്ങനെയാണ് അത് ക്യാൻസൽ ചെയ്യുന്നത്. Now this 2 into 3 will become 6. So 6 into nc7 is equal to nc8. ഇനി nc7 അങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഫോർമുലയിലേക്ക് എത്തും. So when we divide the 7 we get nc8 divided by nc7 is equal to 6. ഇത് ഏത് ഫോർമുലയാണ്? ncr divided by ncr minus 1. പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്മൾ പഠിക്കുന്നതാണ്. ncr divided by ncr minus 1 is equal to n minus r plus 1 divided by r. ഇതിന്റെ പ്രൂഫിലേക്കൊന്നും ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഭയങ്കര സംഭവം പ്രൂഫൊന്നുമല്ല. ncrന് ഫോർമുല കൊടുക്കുക n factorial by n minus r factorial into r factorial. ncr minus 1 ഫോർമുല കൊടുക്കുക n factorial divided by n minus of r minus 1 factorial into r minus 1 factorial. കോമൺ ഫാക്ടർ ക്യാൻസൽ ചെയ്താൽ വളരെ ഈസി ആയിട്ട് n minus r plus 1
by r എന്നതിലേക്ക് എത്താൻ പറ്റും. So this is in the form NC8 by NC7 is in the form NCR by NCR minus 1. അവിടെ നമ്മൾ n minus r plus 1 by r എന്നാണ് കൊടുക്കുന്നത് when r is 8. So n minus 8 plus 1 divided by 8 is equal to 6. Now n minus 8 plus 1 is n minus 7 divided by 8 is equal to 6. Now we can cross this 8 to the RHS. So we get n minus 7 is equal to 8 into 6 is 48. And n is equal to, let us take this minus 7 to the RHS, so that will become plus 7. 48 plus 7 is 55. So the most suitable answer is n equal to 55. Let us see the options. We have n is equal to 55 in option B. Okay, now let us go to next question. Actually, this is a very question. If the second, third and fourth term of the expansion x plus a all raised to n are 240, 720 and 1080 respectively, then the value of n is. If the second term x plus a all raised to n is basically in the form a plus b all raised to n. X plus a plus b എന്നൊക്കെ പറയുന്നത് വലിയ വ്യത്യാസമൊന്നുമില്ല. So x plus a all raised to n നകത്ത് second term എന്ന് പറയുമ്പോൾ t2 is equal to nc1. അതാണ് ശ്രദ്ധിക്കേണ്ടത്. tr plus 1 is equal to ncr ആണ്. So t2 is equal to nc1 x raised to n minus 1 a, and t3 is equal to nc2 x raised to n minus 2a square, and t4 ഇതിന്റെ വാല്യൂ തന്നത് nc1 x raised to n minus 1 a is given to be 240, then nc2 x raised to n minus 2a square is given to be 720. അപ്പോൾ ഇവിടെ 3 കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ അവർ തമ്മിൽ ഡിവൈഡ് ചെയ്താൽ മതി. സോ nc2 ഡിവൈഡഡ് ബൈ nc1 പിന്നെ എക്സും എ ഒക്കെ കൂടെയുള്ള റിലേഷൻ ഒരു സംഭവം കിട്ടും. അവിടെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. Then we have t4 is equal to nc3 not nc4. ഇവിടെ t4 വരുമ്പോൾ ഇവിടെ 3 വരാൻ പാടുള്ളൂ. x raised to n minus 3 a cube is equal to 1080. അത് ഇതിൻ്റെ 240. Yes, sometimes 240 into 3 ആണ് 720, പിന്നെ ഒരു 360. അപ്പോൾ 240 into 5 ആണ് 2400. ഇല്ല, അത്രയില്ല. ഓക്കെ, ലെറ്റ് us compare. അത് രണ്ടുകൂടി നമുക്ക് ഡിവൈഡ് ചെയ്യാം. 1080. Yes, now let us divide them. ഇവിടെ നമ്മൾ this is equation number 1 and this is equation number 2, this is equation number 3. ഇവിടെ നമുക്ക് സെക്കൻഡ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ഇക്വേഷൻ ചെയ്താൽ we get nc2 divided by second divided by first implies nc2 divided by nc1. അത് നേരത്തെ നമ്മൾ പറഞ്ഞു ncr divided by ncr minus 1 is n minus r plus 1 divided by r ആണ്. അപ്പോൾ അത് n minus 1 by 2 എന്നാണ് കിട്ടുക, into x raised to n minus 2 divided by x raised to n minus 1 is 1 by x into a square by a is a, അഥവാ a by x is equal to 240. Now this is n minus 1 divided by 2 into a by x is equal to 240. ഈ 2 നമ്മൾ അങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുകയാണെങ്കിൽ we get n minus 1 into a by x is equal to 240 into 2 is 480. ഇരിക്കട്ടെ. അപ്പോൾ a by x റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇക്വേഷനും കൂടി നമുക്ക് കിട്ടി. n minus 1 into a by x is 480. ഇക്വേഷൻ നമ്പർ what? ഇക്വേഷൻ നമ്പർ 4. Now let us divide this 3 and 2. 3 2 divided by nc3 divided by nc2 എന്ന് വരും. That is also in the form ncr divided by ncr minus 1. Again നമുക്ക് അതിന് n minus r plus 1 by r അങ്ങനെ എഴുതാൻ പറ്റും. So equation number 3 divided by 2 implies nc3 divided by nc2 into again a by x എന്ന് തന്നെയാണ് കിട്ടുക. കാര്യം ഇവിടെ x raised to n minus 3 divided by x raised to n minus 2 1 by x ആവും. a cube by a square a തന്നെയാവും. So that is equal to, that is given that ഇവിടെ ഡിവൈഡ് ചെയ്ത് യെസ് ഇവിടെ 240 അല്ല, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 720 ഡിവൈഡഡ് ബൈ 240 ആണ്. അപ്പോൾ ഇവിടെ 3 ആണ് കേട്ടോ. 720 ഡിവൈഡഡ് ബൈ 240 ഇവിടെ 3 ആയിരുന്നു. ദർ ഇസ് എ മിസ്റ്റേക്ക്. സോ ഹിയർ ഇറ്റ് ഈസ് 3. സോ വെൻ യു മൾട്ടിപ്ലൈ ദിസ് 2, ഇവിടെ 240 അല്ല, മിസ്റ്റേക്ക് ആണ്. 720 ബൈ 240 ആണ് എഴുതേണ്ടിരുന്നത്. നമ്മൾ 240 എഴുതി പോയി. ദാറ്റ് ഈസ് 3. ഓക്കെ, നൗ ദിസ് ഇസ് 6. ദിസ് ഇസ് ഫസ്റ്റ് ഇക്വേഷൻ. n minus 1 into a by a is equal to 6. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇവിടെ നമ്മൾ അതുപോലെ ഇക്വേഷൻ നമ്പർ 3 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 ചെയ്യുമ്പോൾ 1080 ഡിവൈഡഡ് ബൈ 720. ഇത് 3 into 360 ആണ് 1080. ഇത് 2 into 360 ആണ്. യെസ്, 2 into 360. ദിസ് ഇസ് 3 into 360. സോ 3 by 2 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 by 2. നൗ വാട്ട് ഈസ് nc3 ഡിവൈഡഡ് ബൈ nc2? n minus 3 plus 1 അഥവാ n minus 2 divided by 3 into a by x is equal to 3 by 2 when you cancel 360.
Now when we cross this 3 to the RHS, we get n minus 2 into a by x is equal to 9 by 2. That is equation number 5. അപ്പോൾ 5 ഇക്വേഷൻ ആയി. ഇതിൽ a by x ഉണ്ട്, ഇതിലും a by x ഉണ്ട്. ഇനി നമുക്ക് ഇക്വേഷൻ നമ്പർ 5ഉം ഇക്വേഷൻ നമ്പർ 4ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 4ഉം 5ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യാം. So ഇക്വേഷൻ നമ്പർ 4 divided by 5 implies, in 4 we have n minus 1 into a by x, here n minus 2 into a by x. അപ്പോൾ a by x divide ചെയ്ത് പോകും. Now n minus 1 divided by n minus 2 is equal to 6 divided by 9 by 2. അപ്പോൾ 2 മുകളിലോട്ട് പോയാൽ 12 divided by 9 എന്നാവും. അവിടെ നിന്ന് 3 ക്യാൻസൽ ചെയ്താൽ we get 4 by 3. So n minus 1 is equal to 4, n minus 2 is equal to 3. ഏതെടുത്താലും we get value n is equal to 5. ഇനി എന്തായിരുന്നു ക്വസ്റ്റ്യൻ? n തന്നെയാണ് ആൻസർ എന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്താം. എയോ എക്സോ ഏതെങ്കിലും ആണ്, ഇവിടെയൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെയും നമ്മൾ കുറേ ചെയ്യേണ്ടി വരും. എനിവേ ക്വസ്റ്റ്യൻ n ആയിരുന്നെങ്കിൽ the question is over here. Then the value of n is 5. We got n equal to 5 here. അല്ലെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. ഇവിടെ നമുക്ക് n minus 1 by n minus 2 is equal to 4 by 3. ഇവിടെ ഡിഫറൻസ് 1 ആണ്. n minus 1ഉം n minus 2 തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. ഇവിടെ 4ഉം 3ഉം തമ്മിലുള്ള ഡിഫറൻസ് 1 ആണ്. അതുകൊണ്ടാണ് ഡയറക്റ്റ് ഇക്വേറ്റ് ചെയ്തത്. n minus 1 equal to 4 എന്ന് ചെയ്ത് n equal to 5 ആവും. n minus 2 is equal to 3 എന്ന് എടുത്താലും n equal to 5 ആവും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. അങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 3n minus 3 is equal to, അങ്ങോട്ട് ക്രോസ് ചെയ്താൽ 4n minus 2 into 4 is 8. Now let us take this 3n to the RHS. So n is equal to minus 8 ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ 8 minus 3 is 5. അങ്ങനെയൊക്കെ നമുക്കത് സോൾവ് ചെയ്യാം. Okay, now let us go to next question. In the expansion of x plus 2 by x square all raised to 15, the term independent of x is, ഇന്ന് നമ്മൾ പഠിച്ചതാണ്. term independent of x അല്ലെങ്കിൽ particular x ന്റെ പവറിന്റെ കോഎഫിഷ്യന്റ് ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ ജനറൽ ടേം എടുത്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. So here tr plus 1 is equal to ncr a raised to n minus r b raised to r ആണല്ലോ. So 15 cr, a is x, so x raised to 15 minus r into 2 by x square all raised to r. ഇനി നമുക്ക് കോഎഫിഷ്യന്റ് പാർട്ടിനെ എല്ലാം LHSലേക്ക് മാറ്റാം. So 15 cr into ഇവിടെ ഒരു 2 raised to r ഉണ്ട്. This much is the total coefficient. 15 cr 2 raised to r. ആ ഫോമിലാണ് അതിലുള്ള എല്ലാ ടേംസിന്റെയും കോഎഫിഷ്യന്റ് ഉണ്ടാവുക. കാരണം ജനറൽ ടേമിൽ ഇങ്ങനെയാണ്. അപ്പോൾ 15c1 2 raised to 1, 50c2 2 raised to 2. അങ്ങനെയാണ് ഇതിലുള്ള എല്ലാ ടേംസിന്റെയും കോഎഫിഷ്യന്റ് വരിക എന്നർത്ഥം. ഇനി നമുക്ക് വേണ്ടുന്ന ഒരു സ്പെസിഫിക് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് x ആണ്, അഥവാ x raised to 0 ആണ്. അപ്പോൾ അതിൻ്റെ എങ്ങനെ വരും എന്ന് ഇവിടെ പരിശോധിക്കേണ്ടതുള്ളൂ. സോ ദ നെറ്റ് പവർ ഓഫ് എക്സ് ഈസ് x raised to 15 minus r into 1 by x square. 15 minus r into 1 by x square all raised to r is x raised to minus 2r. 1 by x square എന്ന് വെച്ചാൽ x raised to minus 2 ആണ്. all raised to r ആകുമ്പോൾ x raised to minus 2r. We can combine them. So 15 cr 2 raised to r, x raised to 15 minus r again minus 2r is x raised to 15 minus 3r. Now this should be 0. General term x ന്റെ പവർ 15 minus 3r ആണ്. Required term independent of x എന്ന് പറയുമ്പോൾ x raised to 0 ആണ്. So we can say 15 minus 3r is equal to 0. Now 3r is equal to 15 and we can divide this 3. We get r is equal to 5. r equal to 5 ആണ്. That occurs at the 6th term. പക്ഷേ ക്വസ്റ്റ്യൻ അതല്ല, നമുക്ക് വേണമെങ്കിൽ അതവിടെ പറയാം. So tr plus 1 is equal to t6 ആണ്. ആറാമത്തെ ടേം ആണ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് x വരുന്നത്. ഇവിടെ a minus b all raised to n അല്ല, a plus b all raised to n ആണ്. അതുകൊണ്ട് ഈവൻ ടേം ആകുമ്പോൾ ഓഡ് ടേം ആയാലൊക്കെ ഓൾ ടേംസ് ആർ പോസിറ്റീവ്. അതിലൊന്നും വലിയ കാര്യമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ടത് ഇവിടെ r equal to 5 കൊടുക്കുക എന്നുള്ള ഒറ്റ പണിയാണ്. So t6 is equal to 15c5 2 raised to 5. ഇവിടെ x raised to r ന് 5 കൊടുത്ത് x raised to 0. അതാണല്ലോ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് x. Okay, so answer is 15c5 2 raised to 5 since the value of r is 5. Let us see whether such an option 15c5 2 raised to 5. Okay, option B. Now let us go to next question. What is question number 8? The coefficient of x raised to n in the expansion of 1 plus x into 1 minus of x raised to n അല്ല, 1 minus x the whole raised to n ആണ്. അതിനെ അങ്ങനെ കറക്റ്റ് ചെയ്യാം. 1 plus x into 1 minus x all raised to n. അപ്പോൾ രണ്ട് രീതിയിലാണ് അവിടെ x raised to n വരിക. ഒന്ന് ഇവിടുത്തെ 1 ഇൻറ്റു അവിടുത്തെ x raised to n, x raised to n. മറ്റൊന്ന് ഇവിടുത്തെ x ഇൻറ്റു അവിടുത്തെ x raised to n minus 1. 1ഉം x raised to n തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to n വരും. ഇവിടുത്തെ x ഉം അവിടുത്തെ x raised to n minus 1 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും എന്ത് വരും? x വരും. അങ്ങനെ x raised to n വരും. അങ്ങനെ രണ്ട് രീതിയിലാണ് വരിക. സോ ടോട്ടൽ കോഎഫിഷ്യന്റ് നേരത്തെ പറഞ്ഞ പോലെ നേരെ ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ചെയ്തിരുന്നു. ഒരു 1 plus t raised to 12 plus t raised to 24 plus t raised to 36 ഓരോന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും t raised to 24 ടോട്ടൽ കോൺട്രിബ്യൂഷൻ ഒക്കെ നമ്മൾ എടുത്തിട്ടായിരുന്നു. അതേപോലെ തന്നെ സോ ടോട്ടൽ കോഎഫിഷ്യന്റ് ഈസ് ഈക്വൽ ടു 1 into coefficient of x raised to n plus again ഇവിടുത്തെ x ന്റെ കോഎഫിഷ്യന്റ് 1 തന്നെയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും കോഎഫിഷ്യന്റ് ഉണ്ടെങ്കിൽ അത് മൾട്ടിപ്ലൈ ചെയ്യണം. സോ 1 into coefficient of x raised to n minus 1 in എന്തിലാണ് 1 minus x whole raised to n. 1 minus x whole raised to n ലെ coefficient of x raised to n എടുക്കുക, അത് minus 1 raised to n ncn ആയിരിക്കും. coefficient of x raised to n minus 1 എടുക്കുക, അത് minus 1 raised to n minus 1 ncn minus 1 ആയിരിക്കും. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. സോ minus 1 raised to n ncn plus minus 1 raised to n minus 1 ncn minus 1 ncn minus 1.
NCn എന്ന് വെച്ചാൽ NC0 അഥവാ 1 തന്നെയാണ്. NCn-1 എന്ന് വെച്ചാൽ NC1 അഥവാ n തന്നെയാണ്. സോ -1 raised to n times 1 plus -1 raised to n-1 into n. ഇവിടെ രണ്ട് സാധ്യതകളാണ്. ഒന്ന് നമുക്ക് -1 raised to n-1നെ കോമൺ ഫാക്ടർ എടുത്താൽ ഇവിടെ -1 plus n എന്ന് വരും. -1 raised to n കോമൺ ഫാക്ടർ എടുത്താൽ 1 minus n എന്ന് വരും. രണ്ട് രീതിയിൽ എഴുതാം. ഒന്നുകിൽ -1 raised to n into 1 minus n or -1 raised to n-1 into n-1. ഏതെങ്കിലും ഒരു രീതിയിൽ എഴുതാം. -1 raised to n into 1 minus n or -1 raised to n-1 into n-1. ഏതാ ഓപ്ഷൻ ഉള്ളത്? -1 raised to n into -1 raised to n into 1 minus n. You can see in option number B. അപ്പോൾ ഇതാണ് ചെയ്യേണ്ടത്. രണ്ട് ടേംസിന്റെ പ്രൊഡക്റ്റ് ഒക്കെ വരുമ്പോൾ ടോട്ടൽ കോഎഫിഷ്യന്റ് ഓഫ് n വരുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവിടെ x raised to n വരിക നോക്കുക. ഇവിടുത്തെ 1 കൊണ്ട് ഇത് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ബ്രാക്കറ്റ് 1 plus x കൊണ്ട് അതിന് ഓപ്പൺ ചെയ്യണം. അപ്പോൾ 1 കൊണ്ട് ഈ എക്സ്പാൻഷൻ സീരീസിലുള്ള എല്ലാ ടേംസിനെയും മൾട്ടിപ്ലൈ ചെയ്യണം, x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to n വരുന്ന ഒരു ടേം ഉണ്ടാവും, x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x raised to n വരുന്ന ഒരു ടേം ഉണ്ടാവും. ഇതാണ് x raised to n ന്റെ ടോട്ടൽ കോഎഫിഷ്യന്റ്. അത് മാത്രം നമ്മൾ എടുത്തിട്ട് കമ്പൈൻ ചെയ്താലും ഡയറക്റ്റ് ആയിട്ട് ബാക്കി ടേംസിനെ പറ്റി ഒന്നും ബോധേഡ് ആവാതെ തന്നെ നമുക്ക് കോഎഫിഷ്യന്റ് ഓഫ് x raised to n കണ്ടുപിടിക്കാൻ പറ്റും എന്നതാണ് കാര്യം. Now let us go to next question. In the expansion of 1 plus x whole raised to n, the sum of coefficient of all odd powers of x is, ഇതൊക്കെ നമ്മൾ പല ആവർത്തി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. odd powers of x കിട്ടാനുള്ള വഴി എന്താ? 1 plus x whole raised to n is equal to NC0 plus NC1x plus NC2x square plus etc plus NCn x raised to n. ഇതിനെ 1 minus x whole raised to n കൂടി ഇതിനോട് പാരലൽ ആയിട്ട് എടുക്കുക. That is NC0 minus NC1x plus NC2x square plus etc plus -1 raised to n NCn. ഇനി odd powers എന്ന് പറയുമ്പോൾ NC1x, NC3x cube, NC5x raised to 5 അതുപോലുള്ള സാധനങ്ങളാണ്. അത് സെക്കൻഡ് സീരീസിൽ അതൊക്കെ നെഗറ്റീവ് ആണ്. അപ്പോൾ ഇവരെ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് അത്തരത്തിലൊരു സീരീസ് കിട്ടുക. സോ സബ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് 2 into NC1x plus NC3x cube plus NC5 ഇതൊക്കെ നമ്മൾ ഒരു പല ആവൃത്തി പറഞ്ഞ ടെക്നിക്കാണ്. പ്ലസ് എക്സെട്ര ഈസ് ഈക്വൽ ടു RHSൽ നമ്മൾ ഇത് രണ്ടും കൂടി സബ്ട്രാക്ട് ചെയ്യണം. സോ 1 plus x all raised to n മൈനസ് ഓഫ് സബ്ട്രാക്ട് ചെയ്യുമ്പോഴാണ് ഈവൺ പൊസിഷനിലുള്ള സീരീസ് അഥവാ ഓഡ് ഇൻഡെക്സ് ഓഡ് പവേഴ്സ് ഉള്ള സീരീസ് വരിക. ആഡ് ചെയ്യുന്ന സമയത്ത് ഓഡ് പൊസിഷനിലുള്ള ടേം അഥവാ ഓഡ് ഇൻഡെക്സ് അല്ലെങ്കിൽ ഈവൺ ഇൻഡെക്സ് അഥവാ ഈവൺ പവേഴ്സ് ഉള്ള സീരീസ് ആണ് വരിക. സോ മൈനസ് ഓഫ് 1 minus x minus of 1 minus x the whole raised to n. So what do we get? NC1x plus NC3x cube, we can divide this 2 also. NC3x cube plus NC5x raised to 5 plus etc is equal to 1 plus x all raised to n minus of 1 minus x all raised to n all divided by 2. ഇനി നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് സം ഓഫ് കോഎഫിഷ്യൻസ് മാത്രം മതി. അതിനുവേണ്ടി എക്സിന് നമ്മൾ 1 കൊടുത്താൽ മതി. put x equal to 1. So put x equal to ഓഡ് പവേഴ്സ് മാത്രമായി. ഓഡ് പവേഴ്സിന്റെ കോഎഫിഷ്യൻസിന്റെ സം കിട്ടാൻ എക്സിനെ 1 കൊടുത്താൽ മതി. എക്സിന് 1 കൊടുക്കുന്നതോടെ എക്സ് ഒക്കെ പോയി അവിടെ കോഎഫിഷ്യൻസ് മാത്രമായി. സോ NC1 പ്ലസ് NC3 പ്ലസ് NC5 ഈ സമ്മാണ് ചോദിക്കുന്നത് പ്ലസ് എക്സെട്ര അതൊക്കെ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് തന്നെയാണ്. പിന്നെ ഇപ്പം എന്തിനാണ് ഇത്രയും നീട്ടിപ്പിടിച്ച് ചെയ്തതെന്ന് ചോദിച്ചാൽ സം ഓഫ് കോഎഫിഷ്യൻസ് ഓഫ് ഓഡ് പവേഴ്സ് എന്ന് പറയുമ്പോൾ അത് NC1 പ്ലസ് NC3 പ്ലസ് NC5 അഥവാ ഈവൺ പൊസിഷനിലുള്ള ടേംസ് ആണ് എന്ന് നിങ്ങളൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഈ രീതിയിൽ ചെയ്തത്. അങ്ങനെ ഇവിടെ എക്സിന് 1 കൊടുക്കുമ്പോൾ ഇത് 2 raised to n ആവും. ഇത് 1 minus 1 0 ആയി പോകും ബൈ 2. 2 raised to n by 2 is 2 raised to n minus 1. That is the answer. ഇനി ഇതേ ക്വസ്റ്റ്യനിൽ തന്നെ ഈവൺ പവേഴ്സ് ആയിരുന്നെങ്കിൽ 2 raised to n minus 1 തന്നെയാണ്. കാരണം ടോട്ടൽ സം 2 raised to n ആണ്. അതിൽ ഓഡ് പവേഴ്സിന്റെ കോഎഫിഷ്യന്റിന്റെ സം 2 raised to n minus 1 ഈവൺ പവേഴ്സിന്റെ കോഎഫിഷ്യന്റിന്റെ സം 2 raised to n minus 1 അങ്ങനെ ടോട്ടൽ 2 raised to n ആവും. Okay, so answer is 2 raised to n minus 1. You can see option D. Now let us go to next question. Question number 10. The sum of coefficients in the expansion. എപ്പോഴും സം ഓഫ് കോഎഫിഷ്യൻസ് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? എക്സിന് 1 കൊടുത്താൽ മതി. ഇതുവരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസിലും സീരീസ് എക്സ്പാൻഷനിലും സീരീസ് മാനിപ്പുലേഷൻസിലും എല്ലാം നമ്മൾ അവസാനം എക്സിന് 1 കൊടുക്കുകയാണ് ചെയ്ത്. ഇവിടെയും നമ്മൾ അത് തന്നെ ചെയ്താൽ മതി. സോ സം ഓഫ് കോഎഫിഷ്യൻസ് when we put x equal to 1 എക്സിന് 1 കൊടുത്താൽ ആ സീരീസിലെ സം ഓഫ് കോഎഫിഷ്യൻസ് കിട്ടും. അതൊന്നും ആലോചിക്കണ്ട. a plus b ഹോൾ റേഷ്യോ ആണെങ്കിൽ എക്കും ബിക്കും ഒരുമിച്ച് 1 കൊടുക്കുക. 1 plus x ഹോൾ റേഷ്യോ എന്ന ടൈപ്പാണ് എക്സിന് 1 കൊടുക്കുക. എനിവേ ഇവിടെ കോഎഫിഷ്യന്റ് എക്സിൽ മാത്രമാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് എക്സിന് 1 കൊടുത്താൽ സം ഓഫ് കോഎഫിഷ്യൻസ് കിട്ടും. therefore സം ഓഫ് കോഎഫിഷ്യൻസ് ഇവിടെ എന്താ കിട്ടുക? സം ഓഫ് കോഎഫിഷ്യൻസ് ഈസ് ഈക്വൽ ടു ഇവിടെ എക്സിന് 1 കൊടുത്താൽ ആൽഫ സ്ക്വയർ x square by x ന് 1 കൊടുക്കുന്നതോടെ alpha square x square simply alpha square ആയി. minus 2 alpha x will become simply 2 alpha plus 1 all raised to 51. Now what is this? We know that alpha square minus 2 alpha plus 1 is a perfect square. അത് a square minus 2ab plus b square. അത് alpha minus 1 whole square ന്റെ expansion ആണത്. So that is alpha minus 1 the whole square whole raised to 51. So alpha minus 1 whole square raised to 51 എന്ന് പറയുമ്പോൾ alpha minus 1 whole raised to 2 into 51 is 102. ഇനി എന്താ question? That vanishes means
become 0. അത് 0 ആയി പോവുക എന്നാണ്. വാനിഷ് ചെയ്യാൻ നമ്മൾ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാനിഷ് ചെയ്യുക, മെജീഷ്യൻസ് ഒക്കെ വാനിഷ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു കേൾക്കാറുണ്ടല്ലോ. അപ്പോൾ ഇല്ലാതാക്കുക എന്നാണ് വാനിഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. മാത്തമാറ്റിക്സിൽ അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസിനെ പറ്റി പറയുമ്പോൾ വാനിഷസ് മീൻസ് ബിക്കം 0 എന്ന് വെച്ചാൽ ആൽഫ മൈനസ് 1 ഹോൾ സ്ക്വയർ ആൽഫ മൈനസ് 1 ഹോൾ റൈസ് ടു 102 ഷുഡ് ബി ഈക്വൽ ടു 0. വളരെ ഈസി ആയിട്ട് അവിടുന്ന് സോൾവ് ചെയ്യാം. Then what is the value of alpha? Alpha കണ്ടുപിടിക്കാനാണ് പറയുന്നത്. Very easy. Now this vanishes means alpha minus 1 all raised to 102 is equal to 0. ഒരു higher power 102 0 ആവണമെങ്കിൽ alpha minus 1 should be is equal to 0. So alpha is equal to 1 when we take this minus 1 to the RHS. Okay, so we have option C. Alpha is equal to 1. Now let us. Okay, students. So let us go to the next question. The number of integral terms of the expansion of root 3 plus 8th root of 5 all raised to 256. ഇതിൻ്റെ എക്സ്പാൻഷനിൽ എത്ര ടേംസ് ഇൻറ്റിജർ ആയി വരുന്നത്? രണ്ട് ഇറാഷണൽ നമ്പേഴ്സ് ആണ്. റൂട്ട് 3 8th root of 5 ഒക്കെ ഇറാഷണൽ ആണ്. പക്ഷേ അതിൻ്റെ ഹയർ പവേഴ്സ് എടുക്കുമ്പോൾ റൂട്ട് 3ൻ്റെ സ്ക്വയർ എടുക്കുമ്പോൾ റാഷണൽ ആവും. 8th root of 5നെ റൈസ് ടു 8 റൈസ് ടു 16 റൈസ് ടു 24 ഇങ്ങനെ 8ൻ്റെ മൾട്ടിപ്പിൾസ് വരുന്നിടത്തൊക്കെ അവർ റാഷണൽ ആവും. ഇങ്ങനെ രണ്ടുപേരും കൂടി ഒരുമിച്ച് റാഷണൽ വരികയാണെങ്കിൽ രണ്ടുപേരുടെയും ഡിഫറൻറ്റ് പവേഴ്സിൻ്റെ പ്രൊഡക്ട്സ് ആണല്ലോ ഓരോരോ ടേംസ് ആയിട്ട് മാറുന്നത്. അതാണ് TR + 1 = NCR A raised to n minus R B raised to R എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ രണ്ടുപേരും റാഷണലൈസ്ഡ് ആവുക എന്ന് വെച്ചാൽ ടോട്ടൽ പവർ 256 ആണ്. അതിൽ ഇയാൾ മൾട്ടിപ്പിൾ ഓഫ് 8 ആകുമ്പോൾ ഇയാൾ എന്തായാലും ഈവൺ ആവും. സോ ദ പവർ ഓഫ് റൂട്ട് 3 ഷുഡ് ബി ആൻ ഈവൺ ആൻഡ് പവർ ഓഫ് 8th root of 5 മസ്റ്റ് ബി എ മൾട്ടിപ്പിൾ ഓഫ് 8. ഇങ്ങനെ വരുമ്പോഴാണ് രണ്ടുപേരും റാഷണൽ ആവുക. രണ്ടുപേരും റാഷണൽ ആയാലേ ഓവറോൾ പ്രൊഡക്റ്റ് റാഷണൽ ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൾട്ടിപ്പിൾ ഓഫ് 8 വരുന്നിടത്തൊക്കെ പറയാം. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ഉണ്ടാവും, പിന്നെ 9th ടേമിൽ ഇയാളുടെ പവർ 8 ആയിരിക്കും. അപ്പോൾ ഇതെന്തായാലും ഈവൺ ആയിരിക്കും, കാരണം ടോട്ടൽ 56 ആണല്ലോ. സോ T9 അടുത്ത വീണ്ടും 8 ആഡ് ചെയ്താൽ T17 ഇതുപോലുള്ള ടേംസിലാണ് വരും. മൊത്തം എത്ര ടേംസ് ഉണ്ട്? There are 257 terms. A plus B all raised to n contains n plus 1 terms. So root 5 plus 8th root of 5 all raised to 256 contain 257 terms. ഒരു ടേം അധികം ഉണ്ടാവും. അതിൽ ഈ ടേംസ് 1, 9, 17 ഇതുപോലുള്ള ടേംസ്, ദീസ് ആർ an AP with ഫസ്റ്റ് ടേം 1 ആൻഡ് കോമൺ ഡിഫറൻസ് 8. സോ നമ്പർ ഓഫ് ടേംസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? n is equal to AP യിൽ നിങ്ങൾ പഠിച്ചതാണ്. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം all divided by common difference plus 1. ഇതാണ് നമ്പർ ഓഫ് ടേംസ്. ഇൻ്റഗ്രൽ ടേംസ് വരുന്ന ടേമുകൾ ഇവരൊക്കെയാണ്. സോ ലാസ്റ്റ് ടേം ഈസ് 257. ഫസ്റ്റ് ടേം ഈസ് T1, സോ -1 ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് ഈസ് 8. അതാണല്ലോ 1, 9, 17 എന്ന് പറഞ്ഞു പോകുന്നത്. അത് ഈ 8th root of 5 നിന്നാണ് 8 എനിക്ക് കിട്ടുന്നത് പ്ലസ് 1. ഓക്കെ, now let us evaluate this. 257 minus 1 is 256 by 8 plus 1. ഇതിൻ്റെ പകുതി 128, then 64, 32 plus 1 is equal to, there are 33 terms integers. You can have 33 in option B. 33 terms, അതായത് മൊത്തം 257 terms ഉണ്ട്. അതിൽ 33 terms integers ആയിരിക്കും, ബാക്കിയൊക്കെ irrational terms ആയിരിക്കും ഉണ്ടാവുക. Now let us go to next question. The term independent of x in root x minus 2 by x all raised to 8. ഇത് നമ്മൾ നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനായിട്ട് വളരെ ചെറിയൊരു വ്യത്യാസമുള്ളൂ. ഇവിടെ റൂട്ട് എക്സ് ഉണ്ട്. റൂട്ട് എക്സ് എന്ന് വെച്ചാൽ x raised to 1/2 ആണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമേ അല്ല. എനിവേ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സിന് നമ്മൾ TR + 1 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. ജനറൽ ടേമിൽ എക്സിന്റെ പവർ എന്താണെന്ന് നോക്കും, അതിനെ 0ലേക്ക് ഇക്വേറ്റ് ചെയ്ത് ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. സ്ഥിരം ടെക്നിക്ക് തന്നെ. സോ TR + 1 is equal to, ഇവിടെ A plus B all raised to n അല്ല, A minus B all raised to n ആണ്. So we have to put -1 raised to R in the general term. 18CR root x raised to 18 minus R into 2 by x all raised to R. അതിൽ നമുക്ക് കോൺസ്റ്റന്റ് പാർട്ടിനെ എല്ലാം ആദ്യ ഭാഗത്തേക്ക് എടുക്കാം. സോ -1 raised to R contributes to the constant. Then 18CR, അതിലൊന്നും x ഇല്ല. Then here there is a 2 raised to R. ഇവിടെ 2 raised to R ഉണ്ട്. ബാക്കിയെല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ root x raised to 18 minus R is x raised to 9 minus R by 2. root x എന്ന് വെച്ചാൽ x raised to 1/2 ആണ്. So 1/2 into 18 minus R ആണ് 9 minus R by 2 into 1 by x raised to R is x raised to minus R. Let us combine all of them. So again general term is -1 raised to R, 18CR, 2 raised to R is the total coefficient part in the general term, into x raised to 9 minus 3/2 R, x raised to 9 minus R by 2, again minus R, 9 minus of R by 2. Now this should be 0, 9 minus R by 2 R, sorry 9 minus 3/2 R. So 9 minus 3/2 R is equal to 0 because we have to get the term independent of x. Now let us take this to the RHS. So 3/2 R is equal to 9. അവിടെ നിന്ന് 3 ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3 വരും. ഈ 2 അങ്ങോട്ട് ക്രോസ് ചെയ്താൽ we get R equal to 6. R equal to 6 എന്ന് പറയുമ്പോൾ required term is T7. Required term is T7. TR + 1 ആണ്. അപ്പോൾ 7th ടേമിലാണ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് വരിക. അതല്ല ചോദ്യം, ആ ടേമിൻ്റെ കോഎഫിഷ്യന്റ് എന്താണ് എന്ന് തന്നെയാണ്, അഥവാ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്താണെന്ന് തന്നെയാണ് ചോദ്യം. സോ ഇവിടെ R equal to 6 here. T7ലാണ് ഓൾ ടേം ആയതുകൊണ്ട് പോസിറ്റീവ് ആയും, അല്ലെങ്കിൽ 6 ഇവിടെ കൊടുത്താൽ -1 raised to 6 അങ്ങനെയും പോസിറ്റീവ് ആവും. സോ T7 അഥവാ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് is equal to 18CR 2 raised to 6. 18CR is 6. 18C6 2 raised to 6. Now let us see the options.
18c6 2 raised to 6 is there in option A. First option then അങ്ങനെ കാണാം. Now let us go to next question. The number of integral terms in the expansion of നേരത്തെ പറഞ്ഞ അതേ സംഗതി തന്നെ ഇവിടെ 7 raised to 1 by 6 അഥവാ 6th root of 7 square root of 5 raised to 1 by 2 plus 7 raised to 1 by 6 all raised to 642 ആണ്. അപ്പോൾ ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 6 വന്നു കഴിഞ്ഞാൽ 7 raised to 7ന്റെ പവറിൽ a plus b all raised to n ആണ്. സോ NCR a raised to n minus r b raised to r. അതിനകത്ത് 7ന്റെ പവറിൽ മൾട്ടിപ്പിൾ ഓഫ് 6 വരെയും വേണം ഇവിടെ അതോടൊപ്പം ഈവൺ വരണം. ടോട്ടൽ പവർ 642 ആയതുകൊണ്ട് 7ന്റെ പവറിൽ മൾട്ടിപ്പിൾ ഓഫ് 6 വരുമ്പോൾ 5ന്റെ പവറിൽ എന്തായാലും ഈവൺ നമ്പർ ആയിരിക്കും. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് റാഷണൽ ആവും. നേരത്തെ ചെയ്ത അതേ ടെക്നിക്ക്. അതുകൊണ്ട് ഫസ്റ്റ് ടേം എന്തായാലും റാഷണൽ ആയിരിക്കും. പിന്നെ T7 T13 ഇങ്ങനെ മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് ഇവിടെ വരിക. ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് all raised to 642 വരുമ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് 643 ആയിരിക്കും. a plus b all raised to n contains n plus 1 terms. Okay, again number of terms n, number of integer terms n is equal to last term ap ആണല്ലോ minus first term all divided by common difference plus 1. Again last term is 243, first term is t1, so minus 1 divided by common difference is 6. t1 t7 t13 അങ്ങനെ 6 വീതം കൂടുമ്പോഴാണ് ഇവിടെ മൾട്ടിപ്പിൾ ഓഫ് 6 7 raised to 1 by 6ന്റെ പവറിൽ മൾട്ടിപ്പിൾ ഓഫ് 6 വരിക. അപ്പോൾ 1 by 6 അതും കൂടി ക്യാൻസൽ ആകുമ്പോൾ 7 ഒരു ഇൻറ്റിജർ പവർ കിട്ടും. അതോടെ അത് റാഷണൽ ആവും. അതോടൊപ്പം ഇവിടെ ഒരു ഈവൺ നമ്പർ വരും. അങ്ങനെ അങ്ങനെ എല്ലാം ഓക്കെ ആയി പോകും. ഓക്കെ, സോ ദിസ് ഇസ് 243 അല്ല 643. So 643 minus 1 is 642 divided by 6 plus 1. Now 642 by 6 is 107 plus 1 is equal to 108. 108 terms are integral terms ഉണ്ടാവുക. We have 108 in option B. Okay, now let us go to next question. Question number 16. 2 raised to 301 is divided by 5. The least positive remainder is. അതിൻ്റെ റിമൈൻഡർ എത്ര വരും എന്നാണ് ചോദ്യം. ഇവിടെ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ 5 ആണ്. 5ന്റെ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾസ് കൺസിഡർ ചെയ്യാം. അപ്പോൾ 5 10 15 20 25 these are the multiples of 5. ഇനി 2 raised to 301 ആ 2ന്റെ ഡിഫറെൻറ്റ് പവേഴ്സ് കൺസിഡർ ചെയ്യുക. അതിൽ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിളും ഒരു പവറും തമ്മിലുള്ള ഡിഫറൻസ് എക്സാക്ട്ലി 1 ആവണം. അതിൽ തന്നെ എക്സാക്ട്ലി 1 ആണെന്ന് മാത്രമല്ല 2ന്റെ പവർ അവിടെ വലുതുമായിരിക്കണം. അതിൽ 2ന്റെ പവേഴ്സ് നമുക്ക് നോക്കാം. 2 4 8 16 യെസ് ഇത് 16 ആൻഡ് 15 അവിടെ അത് ട്രിഗർ ആവും. 16ഉം 15ഉം തമ്മിലുള്ള ഡിഫറൻസ് എക്സാക്ട്ലി 1 ആണ്. മാത്രമല്ല 2ന്റെ പവർ അവിടെ വലുതാണ്. ഇതുപോലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഈ രീതിക്ക് ഹാൻഡിൽ ചെയ്യാം. ഒരു നമ്പറിന്റെ വലിയൊരു പവർ തരുന്നു, എന്നിട്ട് വേറൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ എത്രയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ യു കൺസിഡർ ദ ഡിഫറെൻറ്റ് മൾട്ടിപ്പിൾസ് ഓഫ് ദ നമ്പർ ടു ബി നമ്പർ യു ആർ യൂസിങ് ടു ഡിവൈഡ് ആൻഡ് കൺസിഡർ ദ ഡിഫറെൻറ്റ് പവേഴ്സ് ഓഫ് ദ നമ്പർ ടു ബി ഡിവൈഡഡ്. ഏതിനെയാണോ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡിഫറെൻറ്റ് പവേഴ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇവിടെ 16 ആണ്. അപ്പോൾ 2 raised to എന്നുള്ളതിനെ നമ്മൾ 16 raised to എന്നാക്കി മാറ്റേണ്ടതുണ്ട്. അങ്ങനെ എഴുതുമ്പോൾ 16 എന്ന് പറഞ്ഞാൽ 2 raised to 4 ആണ്. അപ്പോൾ ഇതിനെ 4ന്റെ മൾട്ടിപ്പിളിലേക്ക് നമ്മൾ മാറ്റണം. അതുകൊണ്ട് 301ന്റെ 2ന്റെ പവർ ഇപ്പോൾ 301 ആണ്. 2 raised to 301 ആണ്. അതിൻ്റെ തൊട്ട് താഴെയുള്ള 4ന്റെ മൾട്ടിപ്പിൾ നമ്മൾ കണ്ടെത്തണം. അത് എത്രയാണ്? മൾട്ടിപ്പിൾ ഓഫ് 4 ഈസ് 300 ജസ്റ്റ് ബിലോ 301. 301ന്റെ തൊട്ട് താഴെയുള്ള മൾട്ടിപ്പിൾ ഓഫ് 4 300 ആണ്. So 2 raised to 301 is equal to 2 into 2 raised to 300. എന്തിനാണ് അങ്ങനെ കീപ്പ് ചെയ്തത്? We have to keep the power of 2 as a multiple of 4 because we are going to convert into the terms of 16. 16ഉം 15ഉം തമ്മിലാണ് ഇവിടെ ഒരു ട്രിഗർ വരുന്നത്. എക്സാക്ട്ലി ഡിഫറൻസ് 1 വരുന്നത്. അതുകൊണ്ട് ആ 16 ആണെങ്കിൽ 2 raised to 4 ആണ്. അപ്പോൾ ഇതിന് 16ന്റെ ടേമിൽ എഴുതണമെങ്കിൽ ഇത് 4ന്റെ മൾട്ടിപ്പിൾ ആവണം. സോ 2 raised to 301 is now 2 into 2 raised to 300. Now this is 2 into 16 raised to 300 by 4 എന്ന് പറയുമ്പോൾ 75 ആണ്. So 2 raised to 300 is 16 raised to 75. Now this is 2 into 16 raised to 75 is 1 plus 15 all raised to 75. Now this is in the form 1 plus x all raised to n. 1 plus x all raised to n has binomial expansion. അപ്പോൾ ഇത് ബൈനോമിയൽ തിയറത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ ഈ ചാപ്റ്റർ പഠിച്ചിട്ട് ഇതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ബാങ്കിൽ ചെയ്യുമ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. എല്ലാ ക്വസ്റ്റ്യനും പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ റാൻഡം ആയിട്ടൊരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരുമ്പോൾ അത് ബൈനോമിയൽ തിയറത്തിൽ നിന്നുള്ള ചോദ്യമായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ 2 into its expansion is 75 C0 അത് 1 തന്നെയാണ്. Then 75 C1 into 15 ഇത് 15ന്റെ മൾട്ടിപ്പിൾ ആണ്. 15ന്റെ മൾട്ടിപ്പിൾസ് ഒക്കെ 5ന്റെ മൾട്ടിപ്പിൾസ് ആണ്. Then 75 C2 into 15 സ്ക്വയർ ഇത് 15ന്റെ മൾട്ടിപ്പിൾ ആണ്. അതുകൊണ്ട് 5ന്റെ മൾട്ടിപ്പിൾ ആണ് എക്സെട്ര. ഇനി അങ്ങോട്ടേക്കുള്ള എല്ലാ ടേംസും 75 C75 മൊത്തം 76 ടേംസ് ഉണ്ടാവും.
75 C 75 15 raised to 75. ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. എക്സെപ്റ്റ് ദിസ് ടേം, ഈ ഒരൊറ്റ ടേം ഒഴികെ ബാക്കി എല്ലാം മൾട്ടിപ്പിൾ ഓഫ് 15 ആണ്, അഥവാ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. സോ 2 into 75 C0 is 1. So 2 into 1 is 2 plus rest of all terms are, ഈ 2 അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മൾട്ടിപ്പിൾ ഓഫ് 5 തന്നെ. സോ മൾട്ടിപ്പിൾ ഓഫ് 5 പ്ലസ് 2, അതുകൊണ്ട് മൾട്ടിപ്പിൾ ഓഫ് 15 ആണ് ആക്ച്വലി. മൾട്ടിപ്പിൾ ഓഫ് 15 ഒക്കെ എന്തായിരിക്കും? മൾട്ടിപ്പിൾ ഓഫ് 5 ആയിരിക്കും. അപ്പോൾ മൾട്ടിപ്പിൾ 2 പ്ലസ് മൾട്ടിപ്പിൾ ഓഫ് 15, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം? മൾട്ടിപ്പിൾ ഓഫ് 15 ആർ ബേസിക്കലി മൾട്ടിപ്പിൾ ഓഫ് 5 പ്ലസ് 2. അപ്പോൾ ഇത് മൾട്ടിപ്പിൾ ഓഫ് 5 പ്ലസ് 2 എന്ന് പറയുമ്പോൾ ദിസ് റിമൈൻഡർ എന്താണ്? ഒരു മൾട്ടിപ്പിൾ ഓഫ് 5 കഴിഞ്ഞൊരു പ്ലസ് 2 കിടക്കുക എന്ന് പറഞ്ഞാൽ ദ റിമൈൻഡർ ഈസ് 2, റിമൈൻഡർ ഓഫ് ഡിവിഷൻ ആണ്. അപ്പോൾ ഇങ്ങനെ കിട്ടും ആ റിമൈൻഡർ പ്ലസ് എന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് റിമൈൻഡർ 0 ആണെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് തന്നെ കിട്ടും. അപ്പോൾ അങ്ങനെ പ്രൂവ് ചെയ്യണമെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5 ആണെന്ന് പ്രൂവ് ചെയ്യാനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. പ്ലസ് 2 ഉള്ളതുകൊണ്ട് നൗ ദിസ് ഇസ് ദ റിമൈൻഡർ. You can see 2 in option C. So the remainder of division is 2. Now let us go to next question. ഈ ക്വസ്റ്റ്യൻ എന്തൊരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. എക്സ് റൈസ് ടു ലോഗ് എക്സ് ടു ദ ബേസ് 10. ഇല്ല, വേണമെങ്കിൽ ചെയ്ത് നോക്കാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചെയ്യുമ്പോൾ അറിയാമല്ലോ. അങ്ങനെ ഒരു സുഖം പോരാ കണ്ടിട്ട്. ഓക്കെ, എനിവേ ലെറ്റ് us try. The value of x in the expression x plus x raised to log x to the base 10 all raised to 5 if the third term in the expansion is 1 lakh. മൂന്നാമത്തെ ടേം 1 lakh ആണ്. ഇത് a plus b all raised to 5 ആണ്. ഇത് a, ഇത് b. എക്സ് റൈസ് ടു ലോഗ് എക്സ് ടു ദ ബേസ് 10 മൊത്തത്തിൽ നമ്മളൊരു ബി എന്ന് വായിച്ചാൽ മതി. അപ്പോൾ അത് എ പ്ലസ് ബി ഓൾ റൈസ് ടു 5 ആയി. അതിലെ തേർഡ് ടേം എന്ന് പറയുമ്പോൾ 5c2 എക്സ് റൈസ് ടു 5c2 എക്സ് റൈസ് ടു 3 എക്സ് റൈസ് ടു 3 ലോഗ് അങ്ങനെ എഴുതിയാൽ മതി. അത് 1 lakhലേക്ക് ഇക്വേറ്റ് ചെയ്ത് എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. Anyway, the third term T3 is equal to 5C2, TR plus 1 is equal to NCR, x raised to 3, x raised to 2 log x raised to R, 2 log x to the base 10 is equal to 1 lakh. ഇല്ല, ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. Anyway, this 5C2 is 10, അത് നമുക്കറിയാം. Now we have x cube into x raised to 2 log x to the base 10 is equal to again 1 lakh. ഇവിടെ നിന്ന് ഒരു 0 നമുക്ക് ഇങ്ങനെ ക്യാൻസൽ ചെയ്താൽ എക്സ് ക്യൂബ് ഇൻറ്റു എക്സ് റൈസ് ടു ദിസ് തിങ്. സോ ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്താൽ എക്സ് റൈസ് ടു 2 log x to the base 10 plus 3 is equal to 10,000. അപ്പോൾ ഈ മൊത്തം ക്വാണ്ടിറ്റി 4 ആയി കഴിഞ്ഞാൽ എക്സിന് 10 കൊടുത്താൽ ഇവിടെ 5 കിട്ടും. No, this is not 1 lakh, this is 10 lakh. 6 zeros ഉണ്ട്. 10 lakh. 10 lakh ആകുമ്പോൾ ഒരു 0 കട്ട് ചെയ്താൽ 10 lakhൽ 6 zeros, ഒരു 0 കട്ട് ചെയ്താൽ 5 0, അപ്പോൾ അത് 1 lakh ആയി. 1 lakh എന്ന് വെച്ചാൽ 10 raised to 5 ആണ്. ഇത് 5 വരണമെങ്കിൽ ഈ എക്സിന് 10 കൊടുത്താൽ മതി. എക്സിന് 10 കൊടുത്താൽ ലോഗ് എക്സ് ടു ദ ബേസ് 10, ലോഗ് 10 ടു ദ ബേസ് 10 ആവും. അപ്പോൾ അത് 1 ആവും. 2 plus 3 5 ആവും. അപ്പോൾ ഇവിടെ എക്സിന് 10 കൊടുക്കുമ്പോൾ ഈ എക്സും 10 തന്നെയാണല്ലോ. സോ ദ ബെസ്റ്റ് ആൻസർ ഈസ് എക്സ് ഈക്വൽ ടു 10. അപ്പോൾ ഇവിടെ 10 raised to 5 ആവും. 10 raised to 5 1 lakh ഈക്വൽ ആവുകയും ചെയ്യും. സോ ദ ബെസ്റ്റ് ചോയ്സസ്. നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ കിട്ടുന്നില്ലെങ്കിൽ ഓരോ ഓപ്ഷനിലുള്ള 10, 11, 12 ഒക്കെ ഇവിടെ എടുത്ത് കൊടുത്ത് നോക്കിയാൽ ഏതാണ് പെട്ടെന്ന് കിട്ടുന്നത് അങ്ങനെ ആലോചിച്ചാലും മതി. എനിവേ ബെസ്റ്റ് ചോയ്സസ് ഓപ്ഷൻ എ. Now let us go to the next question. The middle term of the expansion 1 plus x whole raised to 2n. മിഡിൽ ടേമിൻ്റെ ഫോർമുല ഞാൻ ഇന്നലെ പറഞ്ഞാണ്. ഈവൺ ആണെന്നുണ്ടെങ്കിൽ ടി ഓഫ് n by 2 plus 1 ആണ്. 2n എന്തായാലും ഈവൺ ആണെന്ന് ഉറപ്പാണ്. സോ യുണീക്ക് മിഡിൽ ടേം ആണ്. Tm is equal to T of 2n by 2 plus 1, that is T of n plus 1. TR plus 1 ഫോർമുല കൊടുത്താൽ Tn plus 1 കിട്ടും. സോ Tn plus 1 is equal to NCR. NCR എന്ന് പറയുമ്പോൾ n 2n ആണ്. സോ 2NCR എന്ന് പറയുമ്പോൾ n ആണ്. Tn plus 1 n. 2NCn x raised to n. x raised to n വരുന്ന രണ്ട് ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്. 2NCn നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 2NCn 1 into 3 into 5 all divided by ഇതാണ് ഓപ്ഷൻ സി വരാനാണ് സാധ്യത. നമുക്ക് നോക്കാം. 2NCn എന്ന് വെച്ചാൽ അത് മാത്രമേ ഇനി നോക്കുന്നുള്ളൂ. എക്സ് റൈസ് ടു n ഇനി മൈൻഡ് ചെയ്യുന്നില്ല. 2NCn is equal to 2n factorial divided by n factorial square. അതിനൊരു സിംപ്ലിഫിക്കേഷൻ ഉണ്ട്. പെർമിറ്റേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. 2n factorial എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into 4 into etc. up to 2n all divided by n factorial square. അതിൽ ഈവൺ ഓഡ് എന്ന് പറഞ്ഞ് നമുക്ക് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. യെസ്, നോട്ട് ദിസ്, നോട്ട് ഓപ്ഷൻ സി, ഓപ്ഷൻ ഡി ആണ് മോർക്കർ. അവിടെ ഒരു 2 raised to n ഉണ്ടാവും. ഓപ്ഷൻ ഡി ഈസ് ദ ബെസ്റ്റ് ചോയ്സ്. അവിടെ ഓഡ് നമ്പേഴ്സ് 1 into 3 into 5 etc. 2n minus 1 വരെ ഒരു സംഭവം ഉണ്ടാവും. അടുത്ത ഈവൺ നമ്പേഴ്സ് 2 into 4 into അതിനെല്ലാം ഒരു 2 നമ്മൾ പുറത്തേക്ക് എടുത്താൽ there will be n ഈവൺ നമ്പേഴ്സ്. മൊത്തം 2n നമ്പേഴ്സ് ആണ്. അതിൽ n ഓടും n ഈവണും ആയിരിക്കും. ഈവൺ നമ്പേഴ്സിലെല്ലാം 2 പുറത്തെടുത്താൽ 2 raised to n into 1 2 3, 2 will become 1, 4 will become 3, 6 will become 6 etc. Finally 2n will become n. അപ്പോൾ അത് n factorial ആണ്. All divided by n factorial square.
ഈ n ഫാക്ടോറിയലും n ഫാക്ടോറിയൽ സ്ക്വയറിൽ ഒരു n ഫാക്ടോറിയലും കട്ടായി പോയാൽ 1 into 3 into 5 into etc. up to 2n minus 1 all divided by n factorial into 2 raised to n. പിന്നെ ഓൾറെഡി ഒരു x raised to n 2n cn into x raised to n ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ വരുമ്പോൾ the best choice is option D. Okay, now let us go to next question. Question number 19. C1 by C0. C1 അങ്ങനെ റെപ്രസെൻറ്റേഷൻ ഉണ്ട്. അപ്പോൾ CR എന്ന് വെച്ചാൽ അത് NCR ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചിലപ്പോൾ N റെപ്രസെൻറ്റ് ചെയ്യാറില്ല. അപ്പോൾ C1 by C0 എന്ന് പറഞ്ഞാൽ NC1 by NC0. C2 by C1 മീൻസ് NC2 by NC1. അതാണ് അതിൻ്റെ അർത്ഥം. ഇത് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. കാര്യം ഇത് ഈ ഒരു സീരീസിൻ്റെ സമ്മേഷൻ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഇതൊരു AN എടുക്കുക. ഇതൊരു സീരീസ് ആണല്ലോ. സീരീസിൻ്റെ ജനറൽ ടേം AN എടുത്തു കഴിഞ്ഞാൽ അതിൽ സമ്മേഷൻ ചെയ്താൽ മതി. സോ AR is equal to ഇവിടെ ആർത്ത് ടേം എന്ന് പറയുന്നത് R times NCR divided by NCR minus 1. ഓരോ ടേം എടുത്ത് നോക്കൂ. ഇവിടെ 1 into C1 by C0. ഇവിടെ 2 into സെക്കൻഡ് ടേം 2 into C2 by C1. അപ്പോൾ ഈ ഫോമിലാണ് നേരത്തെ നമ്മൾ പഠിച്ചു. NCR by NCR minus 1 is n minus R plus 1 divided by R. So this is R into n minus R plus 1 divided by R. ഇവിടെ R കട്ട് ചെയ്താൽ അതെന്താണ്? n minus R plus 1 ആണ്. എന്ന് വെച്ചാൽ ഇതിൽ ഓരോ ടേമും n minus R plus 1 ആണ്. അപ്പോൾ R നമ്മൾ 1 കൊടുക്കുന്നു 2 കൊടുക്കുന്നു അങ്ങനെ എഴുതിയാൽ മതി. സോ സം ഈസ് ഈക്വൽ ടു സിഗ്മ R from 1 to 15 n minus R plus 1. എന്നിൻ്റെ വാല്യൂ 15 ആയിരിക്കുമല്ലോ. സോ 15 minus R plus 1. എന്നിന് നമ്മൾ 15 കൊടുക്കുന്നു. സപ്പോർട്ട് n equal to 15. 15 plus 1 16 ആവും. സോ അഗെയിൻ സം ഈസ് ഈക്വൽ ടു സിഗ്മ R from 1 to 15 16 minus R. അതിൽ ഫസ്റ്റ് ടേം ഇവിടെ ആറിന് 1 കൊടുത്താൽ വി ഗെറ്റ് 15. സെക്കൻഡ് ടേം ആറിന് 2 കൊടുത്താൽ വി ഗെറ്റ് 14. തേർഡ് ടേം ആറിന് 3 കൊടുത്താൽ 16 minus 3 13 പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം 15 കൊടുക്കുമ്പോൾ 1 ആവും. സോ 15 plus 14 plus 13 plus എക്സെട്ര പ്ലസ് 1 എന്ന് വെച്ചാൽ തിരിച്ചു വായിച്ചാൽ 1 plus 2 plus 3 plus എക്സെട്ര 15. ദാറ്റ് ഈസ് 15 into 16 by 2. 2 ഇങ്ങനെ കട്ട് ചെയ്താൽ ഇവിടെ 8 വരും. Now 15 into 8 is 120 is the answer. Okay, now let us see the options. We have 120 in option B. Very easy question. In the general term ഒന്ന് പരിശോധിക്കുക. അതിൽ ഫോർമുല കൊടുത്തു കഴിഞ്ഞാൽ n minus R plus 1 ആയി. എന്നിന് 15 കൂടി കൊടുത്താൽ പിന്നെ അതിനെ സിഗ്മ ഫോമിൽ നിന്ന് തിരിച്ച് റീറെപ്രസെൻറ്റ് ചെയ്താൽ മതി. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തിട്ട് നമുക്ക് തൽക്കാലത്തേക്ക് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. The sum of coefficients in the expansion of x plus y all raised to n is 4096. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു x plus y all raised to n ന്റെ സം ഓഫ് കോഎഫിഷ്യൻസ് കിട്ടാൻ x-നും y-ക്കും 1 കൊടുത്താൽ മതി. x-നും y-ക്കും 1 കൊടുത്താൽ ഇത് 1 ആകുമ്പോൾ 2 raised to n is equal to 4096 ആണ്. സോ 2 raised to ന്റെ പവറിലേക്ക് ഇതിനെ മാറ്റിയാൽ 2 raised to n is equal to 4096 is 2 raised to 12. അത് നമുക്ക് അറിയുന്നതാണ്. 2 raised to 10 എന്ന് പറഞ്ഞാൽ 1024 ആണ്. സോ 2 raised to 11 will be 2048 and 2 raised to 12 is 4096. So n is equal to 12. ഇനി എന്താ ചോദ്യം? The greatest coefficient, അത് എപ്പോഴും മിഡിലാണ് ഉണ്ടാവും. എല്ലാ എക്സ്പാൻഷനും നോക്കിയാലും നിങ്ങൾക്ക് അറിയാം ഫസ്റ്റ് കോഎഫിഷ്യന്റ് 1 ആയിരിക്കും. പിന്നെ NC1 NC2 അങ്ങനെ പോയി NC n/2 നടുക്കെത്തുമ്പോൾ മാക്സിമം പിന്നെയും കുറഞ്ഞു വരും. NCR equal to NCn minus R ആണല്ലോ. അങ്ങനെ കുറഞ്ഞ് അവസാനം 1 ആവും. അതും കോഎഫിഷ്യൻസിന്റെ പ്രത്യേകതയാണ്. സോ ലാർജസ്റ്റ് കോഎഫിഷ്യന്റ് is equal to NC n/2 അഥവാ 12C6. I don't know the value of 12C6. I think that is 924. 12C6 ന്റെ വാല്യൂ 924 ആണ്. ഇപ്പോൾ ഒരു പ്രോബ്ലം ചെയ്ത സമയത്ത് എപ്പോഴും ബൈ ഹാർട്ട് ആയി പോയതാണ്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 12C6 924 തന്നെയാണോ വരുന്നതെന്ന് ഒന്ന് പരിശോധിക്കാം. ഓക്കെ, സോ ലെറ്റ് us wind up here. ഇതിൽ കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് 20 ആയിട്ടുള്ളൂ. ഏകദേശം ഒരു 10-15ഓളം ക്വസ്റ്റ്യൻസ് കൂടി ഇതിനകത്ത് ബാക്കിയുണ്ട്. അത് ചെയ്ത് ബാക്കി തിയറീസ് നമുക്ക് ഇതിന് ശേഷം പഠിക്കാം. ഓക്കെ, താങ്ക് യു.